ഒരു വിശുദ്ധ പകൽക്കാലം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നു. പ്രഭാതത്തിൽ കടന്നു വന്ന് ദൈവത്തെ നമുക്ക് ആരാധിച്ച് തുടങ്ങുവാൻ ഭൂമിയുടെ പരപ്പിൽ ഒരു സാവകാശം കൂടി കർത്താവ് നമുക്ക് തന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം കൂടെ വായിച്ചു. മതി 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 നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കുന്നു. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. രാജാ പാസ്റ്റർ ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിച്ചതുപോലെ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് വെളിപ്പെടേണ്ടതിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ശമന ഘടക രഗത. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെട്ട് വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രതികൂലങ്ങളെ ഉയർത്തുന്ന വെല്ലുവിളികളുടെ മേൽ ക്ഷയമെടുക്കുന്ന ആത്മശക്തിയുടെ വലിയ വ്യാപാരം ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അസ്തര വൈടക രഗനഘടക രഗതക യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയെ തടയുന്ന സമസ്ത മേഖലകളിലും ദൈവശക്തി വ്യാപരിക്കുമാറാകണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയോട് അടുത്ത് വന്ന് അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കുകയാണപ്പാ. കൃപ വെളിപ്പെടണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ. അവിടെ ഞങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഡിസ്പ്ലേ. അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തെങ്കിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആര് കണ്ടു? ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൂതൻ എന്ത് ചെയ്യുക? സ്തോത്രം. എന്നെ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സ്തോത്രം എന്നോട് പറയുക, കാണുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കിയപ്പോൾ വെള്ളം പുറപ്പെടുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രാജാവ് പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുമ്പോൾ ഒരു വാക്യം പറഞ്ഞായിരുന്നു, സ്തോത്രം, കാണുവാനല്ല ദൂതൻ ഇന്ന് പകലിൽ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. കാണുവാനല്ല, ഹല്ലേലൂയ, കണ്ടുകൊണ്ടിരിക്കുവാനല്ല. സ്തോത്രം. ഹല്ലേലൂയ. ചിലതിനെ പ്രാപിക്കുവാൻ ഇന്ന് പകലിൽ ദൂതൻ ഇതിനകത്ത് നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ ദൂതൻ നിന്റെ കരം പിടിക്കും. ഓ റമന ശമന ഘടക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആലയത്തിൽ വരുന്നത് കാഴ്ച കാണുവാനല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ. ഓ, ആലയത്തിൽ വരുന്നത് പ്രൈസ് ദി ലോർഡ്. അവരുടെ മേൽ ആത്മശക്തി പകരുന്നത് കാണുവാനല്ല, ഇവരുടെ മേൽ ആത്മശക്തി പകരുന്നത് കാണുവാനല്ല. സ്തോത്രം. അത് പ്രാപിക്കുവാനാണ് ഇന്ന് പകൽക്കാലം ആലയത്തിൽ വന്നതെങ്കിൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മാവിലൊരു കാര്യം പറയട്ടെ, പ്രാപിച്ചിട്ടേ പോകാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എസെക്കിയേൽ ഹല്ലേലൂയ. സ്തോത്രം. എന്ത് ചെയ്യും? ആലയത്തിൽ പുറപ്പെടുന്ന ആ വെള്ളമാണ് പുറപ്പെടുന്നത് കേട്ടോ. വെള്ളത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ദൂതൻ എന്ത് ചെയ്തു? തൻ്റെ കയ്യിലിരുന്ന ചരട് കൊണ്ട് 1000 മുഴം അളന്നു. പ്രൈസ് ദി ലോർഡ്. 1000 മുഴം അളന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇപ്പം എസെക്കിയേൽ അവിടെയും ദൂതൻ എന്ത് 1000 മുഴം അളന്നിട്ട് ഇപ്പുറം നിൽക്കുക. സ്തോത്രം. ദൂതൻ പറയുക, വരാമോ? പ്രൈസ് ദി ലോർഡ്. ആത്മനദിയുടെ 1000 മുഴം അളന്നിട്ട് ദൂതൻ എസെക്കിയേലിനോട് പറയാമോ? വരാമോ? കണ്ടുകൊണ്ട് നിൽക്കുവാനല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, ഇതിനകത്തേക്ക് ഇറങ്ങി വരുവാനാ. ഇന്ന് പകൽക്കാലം മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. സ്തോത്രം. ദൂതൻ പറയുക, ഒന്ന് വരാമോ, ഒന്ന് വരാമോ? ഈ ആത്മനദിക്കകത്തേക്ക് നീ ഒന്ന് ഇറങ്ങി വരാമോ? നീ കാഴ്ച കാണുവാനല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, സ്തോത്രം, ചിലത് പ്രാപിക്കുവാനാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന കാര്യങ്ങളെ അടിച്ച് ഓ റമന ശമന ഘടക രഗത രഗന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ചിലത് പ്രാപിക്കുക മാത്രമല്ല, സ്തോത്രം, ചിലതിൻ്റെ മേൽ ജയമെടുക്കുക കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഹല്ലേലൂയ സ്തോത്രം സ്വർഗം ദൂതനെ അയച്ച് സ്തോത്രം പ്രാപിക്കാമോ എന്ന് ചോദിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ചിലത് പ്രവർത്തിക്കാൻ വേണ്ടിയാ.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എസെക്കിയേലിനെ വിളിക്കുക, വരാമോ? എസെക്കിയേൽ വന്നില്ല. ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദൂതൻ മടങ്ങി ചെന്ന് എസെക്കിയേലിന്റെ വലങ്കരം പിടിച്ചിട്ട് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഈ 1000 മുഴം അളന്നെടുത്ത് കൊണ്ടുപോയി നിർത്തി എന്നെ നടക്കുമാറാക്കി എന്ന അവിടെ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത്. എന്നെ നടത്തുമാറാക്കി എന്ന തിരുവെഴുത്ത് എഴുതി. നിനക്ക് സാധ്യതയില്ലാത്ത മേഖലകളിലും സ്തോത്രം, നിനക്ക് സാധ്യമെന്ന് നീ തോന്നുന്ന മേഖലകളിലും നിന്നെ നടത്തുവാൻ ശക്തനായിരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകലിൽ നിന്റെ കരം പിടിക്കാൻ റെഡിയോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സാധ്യതയില്ല എന്ന് സ്തോത്രം ലോകം വിധി എഴുന്നെടുത്തും അസാധ്യമെന്ന് നാം വിചാരിക്കുന്ന ഇടത്തും സ്തോത്രം നിന്റെ വലങ്കരം പിടിച്ച് നിന്നെ ഇതിനകത്ത് കൂടെ നടത്തുവാൻ ശക്തനായിരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകലിൽ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യാക്കോബിനോട്, യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കിയവന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ആത്മസാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആത്മശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രതികൂല വിഷയങ്ങളുടെ മേൽ, പ്രതിസന്ധികളുടെ മേൽ നീ തളർന്നിരിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുകയാണ്, നിന്റെ വലങ്കരം ഞാൻ പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെന്തിനാ കർത്താവ് വലങ്കരം പിടിക്കുന്നത്? ദാവീദ് പറയുന്നു, എൻ്റെ വശത്ത് 1000 പേരും എന്നെ കൊണ്ട് 1000 തകർക്കുവാനേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ വലതുവശത്ത് 10,000 റമന ശമന ഘടക യേശുവിന്റെ നാമത്തിൽ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് പകൽക്കാലം ചില പ്രതികൂലങ്ങളെ, ചില പ്രതിസന്ധികളെ, നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. നമുക്ക് പരിമിതികളുണ്ടതേ, നമുക്ക് പരിമിതികളുണ്ടതേ, നമുക്ക് പരിമിതികളുണ്ടതേ, നമുക്ക് പരിമിതികളുണ്ടതേ. നമ്മുടെ പരിമിതികളെ മറികടക്കുവാൻ റാമല ബൗഷിയ ലഗടക അതവരെ വനവല ബൗഡ രഗര ഘടക രഗതക യേശുവിന്റെ നാമത്തിൽ പരിമിതികളെ മറികടക്കുവാൻ. യെസ് 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 യെസ്. ഹേ ഹേ ഹേ. ഓ റാ ബാ 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 ബാ. പരിമിതികളുണ്ട്, 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 പരിമിതികളുണ്ട്. തമ്പുരാൻ അറിയാം നിന്റെ പരിമിതികളെ മറികടക്കുവാൻ. അവൻ പറയുക, ഞാൻ നിന്റെ വലങ്കരം പിടിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കോരശ് എനിക്കതിന് 300 വർഷങ്ങൾക്ക് ഏശയ്യാ പ്രവാചകനോട് അരുളി ചെയ്തു, കോരശ് എൻ്റെ ഇടയൻ, ഞാൻ അവന് മുമ്പായി നീങ്ങും. ഇന്ന് പകൽക്കാലം ചിലരോടൊക്കെ ആത്മാവ് ദൂത് പറയുന്നു, സ്തോത്രം, നിങ്ങൾക്ക് മുമ്പിൽ ജോലിയുടെ മേഖലകളിൽ അടച്ചു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്തോത്രം, ദൈവത്തിന്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ ഇറങ്ങിയിട്ടുണ്ട്. റമന ശബന ഘടക ഹല്ലേലൂയ. യെസ്, പ്രൈസ് ദി ലോർഡ്. ആരും തുറക്കാതെ ഒറ്റ രാത്രിയിൽ ബാബേലിൻ്റെ ഇരുമ്പ് ഗേറ്റ് സ്വതവേ തുറന്നത് സ്തോത്രം, ഹല്ലേലൂയ, മന്ത്രവിധി കൊണ്ടല്ല, ദൂതന്റെ പ്രവൃത്തി കൊണ്ട്. ഇന്ന് പകൽക്കാലം അടയപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ ദൂതൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ച് ആമേൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ. ജോലി മേഖലകളുടെ വിഷയത്തിന് മേൽ, ജോലിയുടെ പ്രതികൂലങ്ങളുടെ മേൽ സ്തോത്രം, നിനക്കെതിരെ ആരെങ്കിലും വാതിലടയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തെ തൊടേണ്ടതിന് നിനക്ക് വേണ്ടി ഇരുമ്പ് വാതിലുകളെ റമനയാശുള്ള ഘടകരകത. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൂതൻ നമ്മളെ പോലെ കാഴ്ച കാണാൻ വരുന്നവനല്ല. സ്തോത്രം. അവനെ നിയോഗിച്ചയച്ചവന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. സ്തോത്രം. ദൈവം തന്റെ ദൂതനെ അയക്കുന്നത് സ്തോത്രം അവന്റെ ആശ നിവർത്തീകരിക്കുവാനാ. സ്തോത്രം. അല്ലാതെ പൈശാചിക മണ്ഡലങ്ങളുടെ ആശ നിവർത്തിക്കുവാനല്ല. പ്രൈസ് ദി ലോർഡ്. അന്ധകാര മണ്ഡലങ്ങൾക്ക് എല്ലായ്പ്പോഴുമുള്ള ആശയം എന്താണെന്ന് അറിയാമോ? സ്തോത്രം. അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചു. സ്തോത്രം. അവരവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോയപ്പോൾ സ്തോത്രം, ഇവന്റെ ചിന്ത ഇതായിരുന്നു, സ്തോത്രം, ഞാൻ പിന്തുടരും. യേശുവിന്റെ നാമത്തിൽ പിന്തുടരുന്ന അന്ധകാര മണ്ഡലങ്ങളോട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ പ്രവചിക്കുകയാ. സ്തോത്രം. ദൈവത്തിന്റെ ദൂതന്റെ വാൾ ഇന്ന് പകൽക്കാലം ഈ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ വെളിപ്പെടും. യെസ്, ഞാൻ പിന്തുടരും. എൻ്റെ ആശ ഞാൻ അവരിൽ നിവർത്തീകരിക്കും. കൊള്ള പങ്കിടും,
പ്രൈസ് ദി ലോർഡ്. ഞാൻ വാളൂരും സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അവൻ്റെ ആശ ചെങ്കടൽ കൊണ്ട് തീർത്തൊരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ശത്രു നിന്നെ പിന്തുടരുന്നുണ്ടെങ്കിൽ, അവൻ്റെ വാൾ നിനക്കെതിരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ, അവൻ നിനക്കെതിരെ ആശ വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറകളെ അപഹരിക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹല്ലേലൂയ സകലത്തിൻ്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു സ്തോത്രം ഹല്ലേലൂയ അവനൊരു ചെങ്കടൽ ഇന്ന് പകലിൽ ദൈവം പിളർക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. 1000 മുഴം അളന്നു. എസെക്കിയേലിൻ്റെ കരം പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അന്യഭാഷയുടെ ദൂതിലേക്ക് ആ നരിയാണിയോളം എത്തിയത് നിങ്ങൾ എത്തത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടം കൊണ്ടും തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ആത്മമണ്ഡലത്തിനകത്ത് പോരാടണമെങ്കിൽ സ്തോത്രം ഈ 1000 മുഴത്തിനകത്ത് നിന്ന പറ്റത്തിൽ എസെക്കിയേൽ സ്തോത്രം ഞാൻ കുറച്ചും കൂടി അളന്ന് നിനക്ക് തരാം, നീ ഒന്ന് പ്രാപിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങളുടെ നടുവിൽ അങ്ങനെയാണ് സ്തോത്രം. നമുക്ക് അല്പമായി കിട്ടിയിരിക്കുന്ന ദൈവകൃപയിൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക? സ്തോത്രം പാടിയും സ്തോത്രം പറഞ്ഞ് നടക്കുക. എന്നാൽ ദൈവം അതല്ല നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത ഒരു ലെവലിലേക്ക് നമ്മുടെ ഷിഫ്റ്റിങ് നടക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആരാധന പറയുക. അടുത്തൊരു ലെവലിലേക്ക്, നെക്സ്റ്റ് ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് റെഡിയാണ്? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഹല്ലേലൂയ അടുത്തൊരു ലെവലിലേക്ക് ഒരു ഷിഫ്റ്റിംഗ്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൂതൻ 1000 മുഴം കൂടെ അളന്നു. പിന്നെയും ദൂതൻ പറയുക വരാമോ? പ്രൈസ് ദി ലോർഡ്. ദൂതൻ പറയുക വരാമോ, വരാമോ, വരാമോ. പിന്നെ ചെന്ന് കഴുത്തെ പിടിച്ച് ബാ. പ്രൈസ് ദി ലോർഡ്. കൊണ്ടുവന്നു. അരയോളമായി. പിന്നെ ദൂതൻ 1000 മുഴം അളന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ദൂതൻ വിളിക്കുക വരാമോ. എത്ര വിളി നമ്മുടെ കാത് കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചോ. ഇതുപോലെ എത്ര വിളി, ദൈവത്തിൻ്റെ എത്ര ആലോചന സ്തോത്രം നിന്റെ കാതുകളിൽ കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അപ്പനോട് പറ, അപ്പാ ഞാൻ ഹല്ലേലൂയ ചെകിടടഞ്ഞു പോയവനായിരുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ ചെവി ഒന്ന് തുറക്കണമേ. നീ വിളിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൂതൻ വീണ്ടും 1000 മുഴം അളന്നു. എസെക്കിയേലിനെ വിളിച്ചു. ചെന്നില്ല. കരം പിടിച്ചു കൊണ്ടുപോയി നടത്തി. പിന്നെ കാണുന്നത് സ്തോത്രം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വലിയൊരു ആത്മനദി. പ്രൈസ് ദി ലോർഡ്. ദൂതൻ അതിനകത്തേക്ക് എസെക്കിയേലിനെ കൊണ്ടുപോയില്ല. മടങ്ങി നദിയിൽ ചെല്ലുമാരാക്കി. നമ്മൾ 37-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. സ്തോത്രം. ഞാൻ എന്തിനാ 47-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചെന്നറിയാമോ? സ്തോത്രം. കണ്ടു പ്രാപിച്ചവനെ സ്തോത്രം കൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് ചലിപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എസെക്കിയേൽ എന്ത് ചെയ്യുക? അസ്ഥിയുടെ താഴ്വരയിൽ കൊണ്ടുവന്ന് എസെക്കിയേലിനെ നിർത്തി. അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലതും കാണാറുണ്ട്. കാണുന്നതൊക്കെ വളരെ ഭീകരമായ കാഴ്ചകളാണ്. ഒന്നിനോടൊന്നും ബന്ധമില്ലാതെ കിടക്കുന്ന നമ്മുടെ കണ്ണുമുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുമുമ്പിൽ അസ്ഥിയുടെ താഴ്വരയിൽ എസെക്കിയേൽ എന്താ കാണുന്നത്? ഒന്നിനോടൊന്ന് ബന്ധമില്ലാതെ വേർപെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. നോക്കി വരണ്ട് കിടക്കുന്നതാണ് എസെക്കിയേൽ കാണുന്നത്. സ്തോത്രം. അസ്ഥി മാത്രമേ കാണുന്നുള്ളൂ. സ്തോത്രം. അതിൻ്റെ മേൽ ത്വക്കില്ല, ഞരമ്പില്ല, മാംസമില്ല. സ്തോത്രം. അതിൻ്റെ മേൽ ജീവനമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, എസെക്കിയേലേ മോനെ, നിന്നെ ഞാൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കാനല്ല വിളിച്ചത്. നിന്നെ കണ്ടുകൊണ്ട് നിൽക്കാനല്ല വിളിച്ചത്. നീ പ്രവചിക്കേ. ഇന്ന് പകൽക്കാലം പ്രവചിച്ചു തുടങ്ങിക്കോ. വേർപെട്ട് കിടക്കുന്ന ബന്ധങ്ങളോട് നീ പ്രവചിച്ചു തുടങ്ങിക്കോ. വേർപെട്ട് കിടക്കുന്ന ബന്ധങ്ങളോട് നിനക്ക് അടുത്ത് വാലിൽ ചേർത്ത് വെക്കുവാൻ കഴിയാത്ത മേഖലകളോട് ഇന്ന് പകലിൽ നീ പ്രവചിച്ചു തുടങ്ങിയാട്ടെ. നിന്റെ മേൽ ആത്മശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രവചിച്ചു തുടങ്ങിയോ, പ്രവചിച്ചു തുടങ്ങി. നിന്റെ വാ തുറന്ന് നീ പ്രവചിച്ചു തുടങ്ങിക്കോ. ഈ വേർപെട്ട് കിടക്കുക എന്നൊക്കെ പറയുന്നത് ഈ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേർപെട്ട അനുഭവം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ഞങ്ങൾ കുട്ടനാടിൻ്റെ തീരദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ കരയിലും വെള്ളത്തിലും
ആയിട്ട് താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ കൃഷിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഇതുണ്ട്. ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമിറക്കി നല്ല കഠിന വേനലിൽ എന്ത് ചെയ്യും, ഈ കണ്ടം മുഴുവൻ എന്ത് ചെയ്യും, കണ്ടം മുഴുവൻ എന്ത് ചെയ്യും, വിണ്ട് കീറും. അപ്പം ഒരു ചെറിയ ഒരു സ്ക്വയർ മീറ്ററിലൊക്കെ ആയിരിക്കും ഇത് വിണ്ട് കീറുന്നത്. കാരണം ഈ തൊട്ടടുത്ത് കിടക്കുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല. വിണ്ട് കീറി കഴിഞ്ഞാൽ ഇതിൻ്റെ ആഴം ഭയങ്കരമായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അടുത്തടുത്തായി ഇരിക്കുന്നതെങ്കിലും ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതിനെ ഇടയ്ക്ക് എപ്പോഴോ എവിടെയൊക്കെ ബന്ധപ്പെടുത്തുന്നത് സ്തോത്രം ആഴത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില വേരുകളാണ്. ഇതിൻ്റെ ബന്ധത്തെ സ്തോത്രം ആഴത്തിൽ മറഞ്ഞു കിടക്കുന്നത് നമുക്ക് പുറമേ കാണുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഇതിൻ്റെ വിള്ളൽ ഏറ്റവും വലുതാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇതിനെ പരസ്പരം തമ്മിൽ ചിലപ്പോഴൊക്കെ ബന്ധിപ്പിക്കുന്നത് അടിയിൽ മറഞ്ഞു കിടക്കുന്ന ചില വേരുകളാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിനെ തമ്മിൽ എപ്പോഴാണ് പിന്നെ ബന്ധമുണ്ടാകുന്നത്? ഒരു പുതുമഴ പെയ്യുമ്പോഴാണ് ഇത് തമ്മിലൊരു ബന്ധമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ ഒരു മഴ ഈ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസികൾ കരങ്ങളെ അടിച്ച് ആമേൻ പറഞ്ഞോ. സ്തോത്രം. ചില വേർപെട്ട് കിടക്കുന്ന ബന്ധങ്ങളുടെ മേൽ ആത്മാവിൻ്റെ ഒരു മഴ ഇന്ന് പകൽക്കാലം പെയ്തിറങ്ങാൻ പോവുകയോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവിൻ്റെ മഴ പെയ്തിറങ്ങിയത് കൊണ്ടാണ് പല വിള്ളലുകളും നമുക്ക് കാണാൻ കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തോട് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചാൽ, ഈ പുറമെ നോക്കുമ്പോൾ ആത്മാവിൻ്റെ ആ വെള്ളത്തിനകത്ത് എന്ത് ചെയ്യുക, ഇത് കിടക്കുക, വിള്ളൽ എപ്പോഴും അവിടെ ഉണ്ട്. ഈ വിള്ളലുകളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളം ഇറങ്ങി പോകുമ്പം വിള്ളൽ വീണ്ടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെയാണത്. സ്തോത്രം. അന്യഭാഷ ആരാധന അങ്ങോട്ട് കൂടുമ്പം പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചില വിഷയങ്ങളൊക്കെ നമ്മൾ മറക്കും. ആത്മാവിനകത്തോട്ട് പ്രവഹിക്കുമ്പം സ്തോത്രം പഴയ വിള്ളലുകളൊന്നും കാണത്തില്ല. സ്തോത്രം. അത് ആലയത്തിനകത്ത് മാത്രമല്ല, കുടുംബ ജീവിതത്തിനകത്തും സ്തോത്രം വ്യക്തിബന്ധങ്ങൾക്കകത്തും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ബന്ധുമിത്രാദികളുടെ ഇടയിലും സ്തോത്രം ഇതുപോലെ വിള്ളലുകളാ മുഴുവൻ മേഖലകളിലും. സ്തോത്രം. അതിനെ പുറത്ത് കാണുവാൻ കഴിയാത്തത് ആത്മനദി ഇതിൻ്റെ മുകളിലുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തോ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. പരിശുദ്ധാത്മാവല്ലേ കൊണ്ടുപോകുന്നത് വേഗത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഈ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നൊരു ചിന്തയാണ്. സ്തോത്രം. ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ഏലിയാവിനോട് കർത്താവ് പറഞ്ഞു, സ്തോത്രം, നീ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. എലിയാവ് വന്നു. സ്തോത്രം. എലീശയെ കാണുമ്പോൾ എലീശ എന്ത് ചെയ്യും? 12 കാളയോടുകൂടെ സ്തോത്രം തൻ്റെ നിലം ഉഴുതുമറിക്കുകയായിരുന്നു. 12ാമത്തേതിനോടുകൂടെ അവൻ തന്നെയായിരുന്നു. സ്തോത്രം. ഏലിയാവ് തൻ്റെ കയ്യിലിരുന്ന സ്തോത്രം പുതപ്പെടുത്ത് എലീശയുടെ മേലേക്ക് ഇട്ടു. ഏലിയാവ് തൻ്റെ കയ്യിലിരുന്ന പുതപ്പെടുത്ത് എലീശയുടെ മേലിട്ട്. എലീശയുടെ മേൽ ആദ്യം വീണ പുതപ്പ് അഭിഷേകത്തിൻ്റെ പുതപ്പല്ല, ശുശ്രൂഷയുടെ പുതപ്പാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നോക്കി. അപ്പോൾ എലീശ അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? തൻ്റെ നിലം ഒഴുകുകയായിരുന്നു. സ്തോത്രം. താൻ ഹല്ലേലൂയ സ്തോത്രം മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് സ്തോത്രം താൻ മാറിയിരിക്കുകയല്ലായിരുന്നു. സ്തോത്രം. താൻ തന്നെ എന്ത് ചെയ്യുക? സ്തോത്രം. തൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ഹല്ലേലൂയ ചില ഇടിവുകളെ നേരെയാക്കേണ്ടതിന് ആമേൻ 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 ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നത് സ്തോത്രം പ്രവാചകനെ ഏൽപ്പിച്ചിട്ടും മാറിയിരിക്കാനുള്ള ചില വിഷയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ പ്രവാചകനെ ഏൽപ്പിച്ചിട്ടും മാറിയിരിക്കാതിരിക്കാനുള്ള ചില വിഷയങ്ങളുമുണ്ട്. അതിൻ്റെ മേൽ നാം തന്നെ ഇറങ്ങി എന്ത് ചെയ്യണം? നാം അതിൻ്റെ മേൽ പ്രവർത്തിച്ചേ മതിയാവൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ അടിയിൽ മറഞ്ഞു കിടക്കുന്ന ചില വേരുകളുണ്ടല്ലോ. സ്തോത്രം. അത് നന്മയുടെ വേരുകളൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നന്മയുടെ വേരുകളൊന്നുമല്ല. സ്തോത്രം. ആ വേര് പുറത്തെടുത്ത് കളയണമെങ്കിൽ കലപ്പ വെച്ചേ മതിയാകത്തുള്ളൂ. ഓ റമന ശമന കടക. യേശുവിൻ്റെ നാമത്തിൽ വിണ്ടുകീറിയിരിക്കുന്ന അനുഭവങ്ങളെ കൂട്ടിച്ചേർക്കണമെങ്കിൽ കലപ്പ വെച്ചിട്ടല്ലേ മതിയാവൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നല്ല വൃത്തിയായിട്ട് കലപ്പ ഓടിക്കാൻ അറിയാവുന്നതിന് മാത്രമേ അടിയിൽ മറഞ്ഞു കിടക്കുന്ന വേരിനെ പുറത്തെടുത്ത് കളയാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വിതക്കാരൻ്റെ ഉപമ പറയുമ്പം കർത്താവ് എന്താ പറഞ്ഞത്? ഒരുവൻ വിതച്ചു. സീസൺ നല്ലതായിരുന്നു വെച്ചാ. സീസൺ വിതയ്ക്കേണ്ട സീസൺ കറക്റ്റ് സീസണിൽ തന്നെ പലതും വിതച്ചത് നാം. പക്ഷെ ഫലം വന്നപ്പോൾ 30, 60, 100 എന്നായി.
ചിലതൊക്കെ ഈ വിള്ളലിനിടയിൽ വീണു പോയതാ. കട്ടകളുടെ ഇടയിൽ വീണാൽ വിത്ത് കെട്ടുപോകുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. സ്തോത്രം. കലപ്പ വെക്കാത്ത ഇടത്ത് സ്തോത്രം ആത്മനദി ആ വെള്ളം ഒരിക്കൽ ഇറക്കി മാറ്റിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. അതിനിടയിലേക്ക് വിത്ത് വീണാൽ അത് കെട്ടുപോകും. സ്തോത്രം. അതിന് ഒരു ഫലവും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പിന്നെ എന്ത് ചെയ്യുക? കലപ്പ വെക്കാത്തിടത്ത് ഈ മറഞ്ഞു കിടക്കുന്ന വേരുകൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. സ്തോത്രം. വിത്തിനൊപ്പം വളരാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കലപ്പ, ഞാൻ വിഷയം വിടുകയാണ്. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യുക? ഏലീശ എന്ത് ചെയ്യുക? സ്തോത്രം. കലപ്പ വെച്ച് ഉഴുകയാണ്. അവൻ്റെ മേലേക്കാണ് ഈ ശുശ്രൂഷയുടെ പുതപ്പ് വീണത്. ശുശ്രൂഷയുടെ പുതപ്പ് വീണത്. ഈ കലപ്പ ഓടിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഒരു കൈയിൽ ചാട്ടയും ഇടത് കൈ കലപ്പയുടെ തുഞ്ചത്തും പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്തു ചെയ്യും? ലക്ഷ്യം തെറ്റും. ഈ രണ്ട് കരങ്ങളും നില ഉഴുന്നതിന് പ്രധാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് കൊണ്ടുവന്ന് ഏലീശയുടെ മേലേക്ക് പുതപ്പെട്ടു. ഏലീശ തൻ്റെ ഉഴവ് നിർത്തി. 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് എപ്പോഴോ നമ്മുടെ മേലൊരു പുതപ്പ് വീണതാ. ആ പുതപ്പ് ഇപ്പോഴും നമ്മുടെ കഷത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ പുതപ്പ് ഇപ്പോഴും കഷത്തിരിക്കുക. കഷത്തിൽ നിന്ന് പുതപ്പും വിടാൻ കഴിയത്തില്ല, കലപ്പയൊന്നും വിടാൻ കഴിയത്തില്ല, ചാട്ടയൊന്നും വിടാൻ കഴിയത്തില്ല. എന്നിട്ട് പാസ്റ്ററോട് വന്ന് പറയാം, പ്രാർത്ഥിച്ചോ 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 പ്രാർത്ഥിച്ചോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിളിക്കപ്പെട്ട ദൗത്യത്തിന് ഇറങ്ങിയില്ലെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിന് ഇടർച്ചകൾ സംഭവിച്ചു കൊണ്ടിരിക്കും. നേരായ റൂട്ടിൽ പോകത്തില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിനകത്തേക്ക് നാം ഇറങ്ങിയേ മതിയാകൂ. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിന് നാം ഇറങ്ങിയേ മതിയാകൂ. ഏലീശ എന്ത് ചെയ്തു? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കലപ്പ ഉടച്ചു, കാളയെ മുറിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് ചെയ്തു? സദ്യ ഒരുക്കി. ഏലിയാവിൻ്റെ പുറകെ പോയി ശുശ്രൂഷകനായി തീർന്നു. അത് വിടുന്നു. അപ്പോൾ ഏൽപ്പിച്ച ദൗത്യം, എസെക്കിയേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം, ദൈവത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ അസ്ഥിഖണ്ഡങ്ങളെ യോജിപ്പിക്കുക എന്നുള്ളതാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. നീ പ്രാപിച്ച ആത്മനദിയുടെ അവകാശം നിന്റെ മേൽ വെളിപ്പെട്ട് വരേണ്ടതിന് കർത്താവ് പറയുക, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 104-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ എന്ത് ചെയ്യുക? കാറ്റിനെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയുള്ള ഈ അന്തരീക്ഷത്തിലുള്ള ഏതിനെയും ഉപയോഗിക്കുവാൻ നമുക്ക് അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ധകാര ശക്തികൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കുവാൻ നമുക്കും അധികാരമുണ്ട്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു സഞ്ചരിച്ച പടകിന് നേരെ സ്തോത്രം പൈശാചിക മണ്ഡലം കാറ്റിനെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. വെള്ളത്തെ ഉപയോഗിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് കാറ്റിനോട് അടങ്ങുക, കാറ്റെ ശാന്തമാകുക, കടലെ അടങ്ങുക എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അതിനെ ഉപയോഗിക്കുവാൻ നമ്മുടെ മേലും ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് എസെക്കിയേലിനോട് പറഞ്ഞു, എസെക്കിയേലേ നീ പ്രവചിക്കുക. ആരോട് പ്രവചിക്കാൻ? കാറ്റിനോട് പ്രവചിക്കുക. പ്രൈസ് ദി ലോർഡ്. കാറ്റിനോട് പ്രവചിക്കുക. നിന്നെ കൊണ്ടുവന്ന് ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുവാനല്ല, ചില വിഷയങ്ങളോട് പ്രവചിക്കുവാനാ. ഇന്ന് പകൽക്കാല കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. വിണ്ട് കീറിയിരിക്കുന്ന അനുഭവങ്ങളുടെ മേൽ ഹല്ലേലൂയ. സ്തോത്രം. ജീവൻ വെപ്പിക്കത്തില്ല എന്ന് വാദം പറയുന്ന ചില മേഖലകളോട് ഇന്ന് പകൽക്കാലം നീ പറ, കാറ്റേ ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ വീശുക. കർത്താവാ പറയുന്നത്. ഒരു വാക്കിനാൽ ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയവനെ തമ്പുരാനെ പറയുന്നത്, നീ പ്രവചിക്ക. നിന്റെ സഭയെ നോക്കി നീ പ്രവചിക്ക. നിന്റെ ഭവനത്തെ നോക്കി നീ പ്രവചിക്ക. നിന്റെ തലമുറകളെ നോക്കി നീ പ്രവചിക്ക. മോശയോട് കർത്താവ് പറഞ്ഞു, ഈ വചനം ജീവനും മരണവുമാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിൻ്റെ അധികാരം നിന്റെ നാവിന്മേലാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അധികാരം നമ്മുടെ നാവിന്മേലാണ് ഇരിക്കുന്നത്. ഈ വചനത്തിൻ്റെ അധികാരം നമ്മുടെ നാവിന്മേലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ രാത്രി അഭിഷേകത്തിലൂടെ കേട്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അതിൻ്റെ ബാഡ്മാർക്ക് മാത്രം ചിന്തിച്ച് നടക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അധികാരം പ്രാപിച്ചവൻ അതിന് നന്മയെ എടുത്തുയർത്തി അവകാശങ്ങളെ പ്രാപിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ജീവന്റെ വചനം നിന്റെ നാവിൽ ഒരധികാരമായി വെളിപ്പെടട്ടെ. നിന്റെ നേരെ ഉയർന്നു വരുന്ന വിഷയങ്ങളോട് ഇന്ന് പകൽക്കാലം നീ പ്രവചിക്ക്. കാറ്റേ ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ കാറ്റേ നീ ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ വീശുക. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആ ഒരു അധികാരം നമ്മുടെ മേലുണ്ട്. ആ ഒരു അധികാരത്തിൻ്റെ കീഴിലാണ് നാം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നത് ഈ പ്രവചിക്ക്. കർത്താവ് പറയാ, സ്തോത്രം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവ് പറയണം, ആ അധികാരമാണ് നമ്മുടെ മേൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചില വിഷയങ്ങളോട് പ്രവചിക്കുവാൻ പോകുന്നത്. ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ചില വിഷയങ്ങളോട് നാം കൽപ്പിക്കുവാൻ പോകുന്നത്. ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ചില പ്രതികൂലങ്ങളോട് നാം കൽപ്പിക്കുവാൻ പോകുന്നത്. അടങ്ങ്, 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 അടങ്ങ്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ കൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. കാഴ്ച കാണുവാനല്ല, വിളിക്കപ്പെട്ടവൻ്റെ ദൗത്യം കാഴ്ച കണ്ടുകൊണ്ടിരിക്കുവാനല്ല, ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിയോഗം പ്രാപിച്ച മേൽ കിടക്കുമ്പോൾ സ്തോത്രം, നാം കാഴ്ച കണ്ടുകൊണ്ടിരുന്നാൽ സ്തോത്രം, ഈ അസ്ഥിഖണ്ഡങ്ങൾ ജീവിക്കത്തില്ല. ഈ അസ്ഥിഖണ്ഡങ്ങൾ ജീവിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കി, നമ്മുടെ വിഷയങ്ങളെ നോക്കി നാം ഇന്ന് പകൽക്കാലം പ്രവചിച്ചു തുടങ്ങിയാട്ടെ. പ്രതികൂലമായി നിൽക്കുന്ന വിഷയങ്ങളോട് നോക്കി ഒരു നിമിഷം പ്രവചിച്ചു തുടങ്ങിയാട്ടെ. ആദരം തുറന്ന് നിന്റെ വിഷയങ്ങളെ നോക്കി, ആദരം തുറന്ന് നിന്റെ വിഷയങ്ങളെ നോക്കി ഇന്ന് പകലിൽ നീ പ്രവചിച്ചു തുടങ്ങിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. 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 സ്തോത്രം. പല വിഷയങ്ങൾക്കും ഹല്ലേലൂയ സ്തോത്രം, കാഴ്ചയിലെല്ലാം നല്ലതുപോലെ ഇരിക്കുന്നത്. സ്തോത്രം, കാഴ്ചയിലെല്ലാം നല്ലതുപോലെയാ. ഒറ്റ ഭൂകമ്പത്തിനകത്ത് അസ്ഥിയോട് ചേർന്നു. സ്തോത്രം, മാംസം വന്നു, തൊക്ക് വന്നു, ഞരമ്പ് വന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ ചലനശേഷി ഇല്ലാതെ കിടക്കുന്ന മേഖലകളിൽ, ഇന്ന് പകൽക്കാലം ചലനശേഷി ഇല്ലാത്ത മേഖലകളിൽ ആത്മാവ് ദൂത് പറയുന്നു, ചലനശേഷി നഷ്ടപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അതിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം വീശാൻ തുടങ്ങുകയാ. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളുടെ മേൽ വീശാൻ തുടങ്ങുക. ഹല്ലേലൂയ. റമന ഷമന ഘടക രഗത. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഇന്ന് പകലിൽ നിന്റെ വിഷയങ്ങളുടെ മേൽ വീശി തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. 4 വശത്തു നിന്നും കാറ്റ് വീശി. ഒരു വശത്തു നിന്നല്ല, 4 വശത്തു നിന്നും കാറ്റ് വീശി. ഈ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 133 സങ്കീർത്തനത്തിനകത്ത് പറയുന്നു, ഹെർമോനിയ മഞ്ഞ് സീനായി മലയിൽ പെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹെർമോനിൽ ഉള്ള മഞ്ഞ് എന്ത് ചെയ്യും? സീനായി മലയിൽ പെയ്യുമെന്ന്. ഏകദേശം ഈ 2 മലകളും തമ്മിൽ 400 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 400 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഹെർമോനിയ പർവ്വതവും സീനായ് മലയും തമ്മിൽ 400 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ആകാശമാർഗം. കരമാർഗമാണെങ്കിൽ 600 മുതൽ 700 കിലോമീറ്റർ വരെ വ്യത്യാസമുള്ള സ്തോത്രം സീനായ് മലയിൽ ഹെർമോനിൽ പെയ്യുന്ന മഞ്ഞു വീഴണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ കാറ്റടിച്ചിട്ടല്ലാതെ, സ്തോത്രം, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കാറ്റടിച്ചിട്ടല്ലാതെ സ്തോത്രം 400 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന നന്മ നിന്റെ വീട്ടിനകത്ത് വരണമെങ്കിൽ നീ കാഴ്ച കാണുന്നുണ്ട്. സ്തോത്രം. നിന്റെ മുമ്പിൽ നന്മ കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന കരകളെ അടിച്ചു. ഇന്ന് ദൈവത്തിന്റെ കാറ്റ്. സാധ്യതകളെല്ലാം നിന്റെ മുമ്പിലുണ്ട്. സാധ്യതകൾ മാത്രമേ നിന്റെ മുമ്പിലുള്ളൂ. ഓ ശബര ഘടകരഗത ദുരബല ബലഭൗഷകരഗത ഘടകത്തിരെ ജലാതരഗത്തം. ഓ റീമ ബല വടക്ക് നിന്ന് യേശുവിന്റെ നാമത്തിൽ വടക്ക് നിന്ന് ഒരു കാറ്റ് നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ്. ഈ 2 മലകൾ തമ്മിൽ കിടക്കുന്ന തെക്ക് വടക്കായി യെരുശലേമിലും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സീനായ് മൗണ്ടും ഹെർമോൻ പർവ്വതം തമ്മിൽ തെക്ക് വടക്ക കിടക്കുന്നത്. തെക്ക് നിന്ന് വരുന്ന കാറ്റ് സ്തോത്രം ഉഷ്ണക്കാറ്റാണ്. തെക്ക് നിന്ന് വരുന്ന കാറ്റ്
ഉഷ്ണക്കാറ്റ. സ്തോത്രം. തെക്കേ ദേശം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് തെക്കേ ദേശത്തെക്കുറിച്ച് പറഞ്ഞത്. അവിടെ പറക്കുന്ന അഗ്നിസർപ്പവും അണലിയും ഹാലലിയ സ്തോത്രം കടിച്ചു കയറുന്ന സിംഹമുള്ള ദേശമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് കാലേവിൻ്റെ മകള് പറഞ്ഞത്, നീ എൻ്റെ അയച്ച തെക്കേ ദേശത്തേക്കല്ലോ. സ്തോത്രം. അവിടെ ഒരു അനുഗ്രഹമില്ലപ്പാ. സ്തോത്രം. അനുഗ്രഹം മുഴുവൻ യെരൂശലേമിലാണ് കിടക്കുന്നത്. അനുഗ്രഹം മുഴുവൻ യെരൂശലേമിലാണ് കിടക്കുന്നത്. നീ എൻ്റെ ഒരു അനുഗ്രഹം കൂടി തന്നിട്ടല്ലാതെ ഇനി എന്നെ മടക്കി അയക്കരുത്. ഇന്ന് പകലിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, അയക്കപ്പെട്ട ദേശത്ത് നിനക്ക് നന്മ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ സീനായിൽ പെയ്യുന്ന മഞ്ഞ്. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ കണ്ടിട്ടും പ്രാപിക്കുവാൻ കഴിയാത്തത് പുറപ്പെടുന്നു. ഇവിടെ നിന്ന് ആലയത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചു, ഈ ആലയത്തിനകത്ത് നിന്നും നിന്റെ നന്മ വെളിപ്പെടാൻ പോവുകയാ. യെസ് 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 നീ ഇരിക്കുന്നിടത്തേക്ക്, നീ ഇരിക്കുന്നിടത്തേക്ക് ഇന്ന് പകലിൽ നിന്റെ തലമുറകൾ ഇരിക്കുന്ന ഇടത്തേക്ക്, നിന്റെ തലമുറകൾ ഇരിക്കുന്ന ഇടത്തേക്ക്, നിന്റെ മാതാപിതാക്കൾ ഇരിക്കുന്ന ഇടത്തേക്ക്, നിന്റെ ഭർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക്, നിന്റെ ഭാര്യ ഇരിക്കുന്ന ഇടത്തേക്ക് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ കാറ്റടിക്കാൻ തുടങ്ങിയ, ദൈവത്തിന്റെ കാറ്റടിക്കാൻ തുടങ്ങിയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. തെക്ക് നിന്ന് അടിക്കുന്നത് ഉഷ്ണക്കാറ്റ. സ്വത്രം. തെക്ക് നിന്ന് അടിക്കുന്ന ഉഷ്ണക്കാറ്റ. സ്വത്രം. ഒരു സാധ്യതയും അതിനകത്തില്ല. സ്വത്രം. ആ ഉഷ്ണക്കാറ്റടിച്ചാൽ സ്വത്രം വടക്കുള്ള നന്മകളോട് ഒഴുകിപ്പോകും. സ്വത്രം. എത്ര ഒഴുകിപ്പോയാലും തമ്പുരാന് വിഷയമല്ല. സ്വത്രം. കാരണം തമ്പുരാന്റെ കാറ്റ് വടക്കു നിന്ന് വരുന്നുണ്ട്. യെസ്, തമ്പുരാന്റെ കാറ്റ് വടക്ക് നിന്ന് വരിക. ഹെർമോന്യ പർവ്വതത്തിൽ വീണ് കിടക്കുന്ന മഞ്ഞിനെ വഹിച്ചുകൊണ്ട് സ്വത്രം നിനക്ക് വേണ്ടി നീ ഇരിക്കുന്ന ഇടത്തേക്ക് ഇന്ന് പകലിൽ തമ്പുരാന്റെ കാറ്റ് വെളിപ്പെടാൻ പോവുകയാ. 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 അശ്വരേതരേതനാല വൈശകേ രഗരഗടകരഗതക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകന്മാർ ഒരുമിച്ച്, അഭിഷിക്തന്മാർ ഒരുമിച്ച് ഈ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ മഞ്ഞ് വീഴട്ടെ, വീഴട്ടെ, വീഴട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമകൻ നന്ദി പറയുന്ന കർത്താവേ. ഈ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.